ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ ഒന്നാമത്തെ നോമ്പിനുള്ള നോമ്പ് തുറയുടെ ഭാഗമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ നോമ്പിന് എല്ലാവരും പത്തിരി ആക്കരല്ലോ അല്ലേ. അപ്പോൾ നമ്മളും പത്തിരി തന്നെയാണ് കേട്ടോ. അപ്പോൾ സിദ്ധിയാക്കും അമർത്തി തരുന്നുണ്ട്, ഞാൻ പരത്തണമുണ്ട്, ചൂടണമുണ്ട് കേട്ടോ. ഇപ്പം നമ്മളെ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ നല്ല സുഖമാണ് കേട്ടോ. മറ്റേ നമ്മൾ അടുക്കളയ്ക്ക് ഇങ്ങനെ കയറും വേണം, വർക്കരിക്ക് ഇങ്ങനെ ഇറങ്ങും വേണം കേട്ടോ. ഭയങ്കര റിസ്ക്കേനു. ഇപ്പം നമുക്ക് നല്ല സുഖമാണ്, ഇങ്ങനെ കട്ട് ചെയ്യാനാണെങ്കിലും അതുപോലെ ഇങ്ങനെ പരത്താനാണെങ്കിലും ഒക്കെ നമുക്ക് കുക്ക് ചെയ്യാനും സുഖമാണ്, ഇങ്ങനെ പണിയെടുക്കാനൊക്കെ നല്ല സുഖമാണ്. അപ്പോൾ നമ്മൾ അത്താഴത്തിന് പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇവിടെ സിദ്ധിയാക്കുന്നിട്ടൊക്കെ നമ്മളെന്താണോ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് കേട്ടോ അത്താഴത്തിന് വേണ്ടത്. അപ്പോൾ അതിനും പത്തിരിയാണെന്ന് വിചാരിക്കണേ. അപ്പോൾ അങ്ങനെ സിദ്ധിയാക്കുവിൻ്റെ അമർത്തൽ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി സിദ്ധിയാക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മാങ്ങ ജ്യൂസാണ് കേട്ടോ അടിക്കാൻ വിചാരിക്കണത്. പച്ചമാങ്ങ ജ്യൂസ് നല്ല ടേസ്റ്റാണല്ലോ, അതിലേക്ക് ഇഞ്ചിയൊക്കെ ഇട്ട് കണ്ട് നമ്മൾ അടിക്കുമ്പോൾ. അപ്പോൾ സിദ്ധിയാക്ക് അതിനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ സുനുമോനും വന്നിട്ടുണ്ട് കേട്ടോ. അവനും നല്ല ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ പത്തിരി പരത്തി ഒരു ഭാഗത്തായിട്ടുണ്ട്. സിദ്ധിയാക്കും ഇങ്ങനെ പറയുന്നുണ്ട്, പരത്തൊന്നും വേണ്ട, പരത്താതെ ജസ്റ്റ് പ്രസ് ചെയ്ത് ചുട്ടാൽ മതി. പക്ഷേ നമ്മൾ പരത്തി കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണല്ലോ അല്ലേ. അപ്പോൾ ഏതായാലും ഫുള്ളങ്ങ് പരത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചിക്കൻ സമൂസയാണ് കേട്ടോ അന്ന് ഒന്നാം നോമ്പിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള മസാല ഞാൻ ഈ പത്തിരി ചുണ്ണീൻ്റെ അടിയിൽ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സിദ്ധിയാക്കുവാണ് കേട്ടോ സമൂസക്കില്ല ഇത് മടക്കണത്. അപ്പോൾ ഈ ചൂടായതുകൊണ്ട് എണ്ണക്കടികളൊന്നും വേണ്ടാന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ നോമ്പ് തുറക്കാൻ ടൈം ആകുമ്പോൾ നമുക്ക് സമൂസ ഒന്നും ഇല്ലെങ്കിൽ കഴിയൂല. അപ്പോൾ എന്നാൽ ഈ എണ്ണക്കടിയും കൂടിയും ചെയ്യുമ്പോൾ നമുക്ക് ഏറെ ക്ഷീണമാവുമല്ലോ. പക്ഷേ സമൂസ അല്ലാതെ നടക്കൂലല്ലോ. അപ്പോൾ പെട്ടെന്ന് പിടിച്ചുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും ഏകദേശം ടൈമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ സുനുമോന് ടേബിളൊക്കെ നല്ല വൃത്തിയിൽ ക്ലീൻ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഉള്ള പണിയാണ് കേട്ടോ, ആരും വെറുതെ നിൽക്കില്ല. സുനുമോനാണെങ്കിലും ഓനെ കൊണ്ട് കഴിയുന്നതോ അവന് കൊടുക്കും, സിദ്ധിയാക്ക് കൊടുക്കും, ഷിതുമോനാണെങ്കിലും എല്ലാവരും കൂടെ എടുത്തുകൊണ്ട് തീർക്കുകയാണ് കേട്ടോ പണികളൊക്കെ. പിന്നെ എല്ലാവർക്കും ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നോമ്പാകുമ്പോൾ പ്രത്യേകിച്ചും.
ഷിതുമോന് ഓനെ കൊണ്ട് കഴിയുന്ന പണികളൊക്കെ അവനും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇടയിൽ നോമ്പൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറക്കുന്നുണ്ട് കേട്ടോ. പകലൊന്നും അങ്ങനെ കഴിക്കൂല, ഈ ടൈം ആകുമ്പോഴേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുള്ളൂ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നോമ്പ് തുറക്കണമുണ്ട്. തോൽപ്പില്ലേ ഇപ്പോഴാണ് തോൽപ്പാക്കണേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ നോമ്പ് തുറ. പിന്നെ പത്തിരിയും ചിക്കൻ കറിയുമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്